കഴിവും താല്പര്യവും ഉണ്ടെങ്കിൽ കൈത്തഴക്കം നമുക്ക് ആർജിച്ചെടുക്കാവുന്നതേയുള്ളൂ. കരകൗശലങ്ങൾ പരിശീലിപ്പിക്കുന്ന സിന്ദൂരത്തിന്റെ സെഗ്മെന്റ് ആണ് അടുത്തത്. കാണാം ക്രാഫ്റ്റ് ടീച്ചർ. മനോഹരമായ കരവിരുതുകൾ പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തുന്ന ക്രാഫ്റ്റ് ടീച്ചറിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ വീടിൻ്റെ ഉള്ളറകൾ മനോഹരമാക്കാനും അതുപോലെ നമ്മളുടെ വസ്ത്രങ്ങൾ മനോഹരമാക്കാനും പറ്റുന്ന ഒരുപാട് ക്രാഫ്റ്റ് നമ്മൾ ഈ സെഗ്മെന്റിലൂടെ കണ്ടു കഴിഞ്ഞു. അതുപോലെ ഒന്നാണ് ക്ലോത്ത് എംബോസിംഗ്. ക്ലോത്ത് എംബോസിംഗ് ഇന്ന് നമുക്കായി പരിചയപ്പെടുത്തുന്നു ശ്രീമതി നയന ഗിരീഷ്. ഹായ് നയന, നമസ്കാരം. അപ്പോൾ ക്ലോത്ത് എംബോസിംഗ് ആണ് അല്ലേ? ഇതൊരു പുതിയ തരം വിദ്യയായിട്ടാണ്, ഇതുവരെ ക്രാഫ്റ്റിൽ ആരും ചെയ്തിട്ടില്ല. എന്താ ഇതൊന്ന് ഒന്ന് പറയുമോ? പറയാം. ക്ലോത്തില് നമുക്ക് എംബോസ് ചെയ്തിട്ട് പെയിന്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണത്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് പഫി മീഡിയം. പഫി മീഡിയം കിട്ടും. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പഫി മീഡിയം ചോദിച്ചാൽ മതി. ഫസ്റ്റ് പഫി മീഡിയം അപ്ലൈ ചെയ്തിട്ട് ഏതേ ഡിസൈൻ ആണെങ്കിലും, ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ഒരു ഫ്ലവറിന്റെ ഡിസൈൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ട്രേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ട്രേസ് ചെയ്താണ് അതിൽ നമ്മൾ മീഡിയം അപ്ലൈ ചെയ്യുമ്പോൾ അതിന് മുമ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ബ്രഷ് വെച്ച് ഓരോ പെറ്റലും കുറച്ച് തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്യണം. ട്രേസ് ചെയ്തെടുത്ത ഇതിലേക്ക് ക്ലോത്തിലേക്ക് ആ ഒരു പിക്ചർ അതുപോലെ തെളിഞ്ഞിട്ടുണ്ട് ട്രേസ് ചെയ്തെടുക്കുമ്പോൾ. അപ്പൊ അതിലേക്കാണ് ഈ പഫി മീഡിയം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ശരി, സാധാരണ ഒരു ബ്രഷ് വെച്ചിട്ട്. അതെ അതെ അതെ. കുറച്ച് കട്ടിയായിട്ട് തന്നെ ഈ പഫി മീഡിയം നമ്മൾ അതിൽ അപ്ലൈ ചെയ്യണം. ഒരു ദിവസം ഇതിനെ ഉണങ്ങാൻ വിടണം. ഒരു ദിവസം ഉണക്കിയതിന് ശേഷം ബാക്ക് സൈഡ് അയൺ ചെയ്യണം. പറഞ്ഞാൽ നമ്മൾ പെയിന്റ് ചെയ്ത സൈഡ് അല്ല, ബാക്ക് സൈഡ് അയൺ ചെയ്യണം. അപ്പോൾ ഒരു ദിവസം മുഴുവൻ ഇത് വെച്ചേക്കണം. ഒരു ദിവസം മുഴുവൻ വെച്ചിട്ട് അയൺ ചെയ്യണം. അയൺ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ബാക്കും ഇതുപോലെ എംബോസ് ചെയ്ത് വരും. ഓ, അങ്ങനെ. ശരി ശരി, എംബോസ് ചെയ്ത് വരും. ഈ മനോഹരമായിട്ടാണ് വരുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. പഫി മീഡിയം നമ്മളിപ്പോൾ ഇങ്ങനെ കട്ടിയിൽ അപ്ലൈ ചെയ്തു. ഒരു ദിവസം മുഴുവൻ ഉണക്കിയതിന് ശേഷം ഇതിന്റെ പുറകുവശം, ഈ തുണിയുടെ പുറകുവശം അയൺ ചെയ്ത് കൊടുക്കുക, നല്ലോണം തേച്ച് കൊടുക്കുക. അപ്പോൾ പുറകുവശം ഇങ്ങനെ ഇരിക്കും. ഫ്രണ്ടിലാണ് നമ്മൾ പെയിന്റ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ അസലായിട്ട് അല്ലേ? നല്ല ഭംഗി. ഇത് ഫെൽറ്റ് ക്ലോത്തിലാണ് ചെയ്തത്. ഫെൽറ്റ് ക്ലോത്ത് ചെയ്താൽ നമുക്ക് ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കാം അല്ലേ? നോർമൽ നമ്മുടെ കോട്ടൺ പോലത്തെ തുണികളിലെല്ലാം ചെയ്യാം. നെക്കില് ചെയ്യാം, സ്ലിറ്റില്, വലിയ ഡിസൈൻസും ചെയ്യാം. ചെയ്താൽ കുറച്ചുകൂടി തൊടാനൊക്കെ നല്ല കാണാനൊരു ഡിസൈൻ. ഇനി നമ്മൾ ഇതിന്റെ മുകളിൽ പെയിന്റ് ചെയ്യാൻ പോവാണ്. പെയിന്റ് യൂസ് ചെയ്യുന്നത് ഫാബ്രിക് പെയിന്റ്സ് ആണ്, പക്ഷെ മെറ്റാലിക് കളേഴ്സ്. നോർമൽ പെയിന്റ് നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ ഇഷ്ടം അനുസരിച്ച്. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് മെറ്റാലിക് കളേഴ്സ് ആണ്. അതെ അതെ അതെ. ഇത് പ്രാവായതുകൊണ്ട് അതിന് വൈറ്റ് പേൾ പെയിന്റ് യൂസ് ചെയ്യും. ഇപ്പോൾ ഫാബ്രിക് പെയിന്റ് തന്നെയാണ് ഈ എംബോസ് ചെയ്തതിന് ശേഷം അതിൽ അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ ഫാബ്രിക് പെയിന്റിലെ തന്നെ മെറ്റാലിക് കളേഴ്സ് ആകുമ്പം നമ്മൾ ഫ്രെയിം ചെയ്ത് കഴിയുമ്പം ലൈറ്റൊക്കെ വീഴുമ്പോൾ നല്ലൊരു ഗ്ലോസി ഫിനിഷ് കിട്ടും, ഇത്തിരി ഒരു തിളക്കം കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് മെറ്റാലിക് കളേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രാക്കളെയാണ് ഇപ്പോൾ പെയിന്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രാവിൻ്റെ ആ ഒരു കളർ ഉണ്ടല്ലോ, ഒരു ഗ്രേഷ് വൈറ്റ് പ്രാവായതുകൊണ്ട് ഷെയ്ഡാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഒന്ന് പെയിന്റ് ചെയ്ത് കാണിച്ച്, നമുക്ക് സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തിരിക്കുകയാണ്. ഇത് എത്ര നേരം വേണം ഉണങ്ങാനായിട്ട്? വളരെ കുറച്ച് സമയം, ഒരു 10 മിനിറ്റ് മതി. ഓക്കെ. ഇത് എംബോസ് ചെയ്തിട്ട് വെക്കാൻ ഒരു ദിവസം വേണമെങ്കിൽ ഇത് പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ഉണങ്ങി കിട്ടും. പിന്നെ ഇത് ഫ്രെയിം ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ഫ്രെയിം ചെയ്ത ഒന്നാണ് ഇത് ക്ലോത്ത് എംബോസിംഗ്. ഇത് പെയിന്റ് ചെയ്തിട്ട് ഇങ്ങനെ കിട്ടും. അപ്പോൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഇതിപ്പോൾ ഫ്രെയിം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കത് തൊടുമ്പോൾ നല്ല സ്മൂത്തായിട്ടിരിക്കും, നല്ല പതുപതാന്നിരിക്കും. പിന്നെ പൂക്കൾ ഇങ്ങനെ ഒന്ന് വിടർന്ന് നിൽക്കുന്ന ആ ഒരു എഫക്റ്റ് കിട്ടുമ്പോൾ സാധാരണ ഒരു പെയിന്റിങ് പോലെ അല്ലാതെ അതിൻ്റെ ഒരു ഫീല് നമുക്ക് നന്നായിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ ഈ ക്ലോത്ത് എംബോസിംഗ് നമുക്കായി പറഞ്ഞു തന്നത് നയന ഗിരീഷ് ആണ്. അപ്പോൾ ഇതുപോലെ പ്രയോജനപ്രദമായ മറ്റൊരു ക്രാഫ്റ്റുമായി വീണ്ടും ക്രാഫ്റ്റ് ടീച്ചറിലൂടെ കാണുന്നത് വരെ ബൈ.